ആദ്യമായി എല്ലാവർക്കും വിജയദശമി ആശംസകൾ. അപ്പോൾ എൻ്റെ വീട്ടിൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മണലിലെഴുതി പിന്നെ ഭാഗവതമൊക്കെ വായിച്ച് ഇപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്താലോ എന്ന്. നല്ല ദിവസമാണല്ലോ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പർച്ചേസിന്റെ വൗച്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ പർച്ചേസിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പർച്ചേസിന്റെ ലെഡ്ജർ അവിടെ കാണിക്കുന്നില്ല. പർച്ചേസിന്റെ വൗച്ചർ ചെയ്യുന്ന സമയത്ത് പർച്ചേസിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ലെഡ്ജർ അവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് കാണിക്കാത്തത്, അതിന്റെ റീസണും അതേപോലെ തന്നെ അതിന്റെ സൊല്യൂഷനുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി പർച്ചേസിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിയേറ്റ് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റിന്റെ അടിയിൽ ഓൾട്ടർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് പറഞ്ഞിട്ടുള്ള ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൗച്ചർ എൻട്രിയിലേക്ക് പോകാം. അപ്പോൾ വൗച്ചർ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ്. ഗേറ്റ് ഓഫ് ടാലിയിൽ വെച്ചിട്ട് വി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വൗച്ചറിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിൽ നിന്ന് നമുക്ക് ഇവിടെ പർച്ചേസിന്റെ ലെഡ്ജർ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ പർച്ചേസിന്റെ വൗച്ചറിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇൻവോയ്സ് നമ്പർ കൊടുത്തു, സപ്ലയറുടെ ഇൻവോയ്സ് നമ്പർ കൊടുത്തു, ഡേറ്റ്, അതേപോലെ തന്നെ പാർട്ടീസ് അക്കൗണ്ട് നെയിം കൊടുത്തു. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ദാസ് ആണെന്നുണ്ടെങ്കിൽ ദാസ് ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തു. സൺഡ്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചിട്ട് ഇവിടെ പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ അടുത്തത് ഇവിടെ ചോദിക്കുന്നതാണ് പർച്ചേസ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ പർച്ചേസ് ലെഡ്ജറിന്റെ അവിടെ പർച്ചേസ് ആണ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഡ്ജറിന്റെ അവിടെ എടുത്തു കഴിഞ്ഞാൽ റൈറ്റിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് ആ ലെഡ്ജർ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് നേരെ ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് പോകണം. അപ്പോൾ എസ്കേപ്പ് ചെയ്തിട്ട് ഗേറ്റ് ഓഫ് ടാലി എടുത്തു. നമുക്ക് ആ ലെഡ്ജറിനെ ഒന്ന് ഓൾട്ടർ ചെയ്ത് എടുത്തു നോക്കാം. അപ്പോൾ വീണ്ടും നമ്മളിവിടെ ഓൾട്ടറിലേക്ക് പോയി അതിൽ പർച്ചേസ് എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. പർച്ചേസ് ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. അതിൽ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, പർച്ചേസ്, എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പർച്ചേസ് എന്നുള്ള ലെഡ്ജർ അവിടെ കാണിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇതിന്റെ അണ്ടർ കൊടുത്തിരിക്കുന്നത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പർച്ചേസിന്റെ അണ്ടർ എന്താണ്, പർച്ചേസ് ഉള്ള ഗ്രൂപ്പിലേക്ക് തന്നെയാണ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന്റെ ഗ്രൂപ്പ് കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ടാലി അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ലെഡ്ജർ അവിടെ കാണിക്കില്ല. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വൗച്ചർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടും അവിടെ ആക്റ്റീവ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ലെഡ്ജറിനെ പോയിട്ട് ഓൾട്ടർ ചെയ്തിട്ട് അവിടുന്ന് ബാക്ക് അടിച്ച് പോയിട്ട് വൗച്ചറിൽ വന്നിട്ട് ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നിട്ട് അവിടെ ആ ലെഡ്ജറിനെ എടുത്തിട്ട് ഓൾട്ടർ ചെയ്തെടുത്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതിന്റെ ലെഡ്ജർ എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കേണ്ടത് പർച്ചേസ് ആയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പർച്ചേസ് അക്കൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ട് ഇത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. ഇനി വൗച്ചർ എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ വി പ്രസ് ചെയ്തിട്ട് എടുത്തു. ഇവിടെ സപ്ലയറുടെ ഇൻവോയ്സ് നമ്പർ കൊടുത്തു, ഡേറ്റ് കൊടുത്തു, അതേപോലെ പാർട്ടി ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു, രാജ് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പർച്ചേസിന്റെ ലെഡ്ജർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പർച്ചേസിന്റെ ലെഡ്ജർ ഇപ്പോൾ കാണിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് പർച്ചേസിന്റെ ലെഡ്ജർ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഓൾട്ടർ ചെയ്തിട്ട് പോയിട്ട് അതിന്റെ ഗ്രൂപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചിട്ട് തന്നെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്കൂൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സാലറി എങ്ങനെയാണ് കൊടുക്കുക, ടെക്സ്റ്റൈൽ അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ കംപ്ലീറ്റ് വീഡിയോസും കാണാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.